രാഷ്ട്രീയ നായകന്മാരും മതപുരോഹിതന്മാരുണ്ടല്ലോ. ഇവരുടെ രാജകൊട്ടാരങ്ങളിൽ ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങുമ്പോഴും ഇവിടെ പെൺകുട്ടി ദീനരോധനമാണ്. അവളുടെ ഭർത്താവിന്റെ കഴുത്തരിഞ്ഞു അത്രേ. എന്നിട്ട് ശിരസ്സൊരു സ്ഥലത്ത്, ഒടരൊരു സ്ഥലത്ത്. ഇതെന്തൊരു മനുഷ്യന്മാർ! എന്തു പറ്റി മനുഷ്യരെ നിങ്ങൾക്ക് എന്തായിപ്പോയി? നാൽക്കാലികളുടെ മാംസം ആ മാട്ടിറച്ചിക്കടയിൽ കൊണ്ടുവന്ന് തൂക്കി അരിഞ്ഞു വിൽക്കുന്നത് പോലെ മനുഷ്യ ശരീരം വിറ്റയിക്കുന്ന കേരളം ഇനി എവിടെ? അഭിശപ്ത കേരളത്തിന്റെ ദുഷിച്ച ഇന്നലകളെ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ കേരളത്തിന്റെ നിയമസഭയിൽ എന്നെങ്കിലും എന്റെ ആദിമോഹമാണ് കേരളത്തിന്റെ പാർലമെന്റിൽ, കേരളത്തിന്റെ നിയമസഭയിൽ എന്നെങ്കിലും ചെന്നു നിൽക്കാൻ എനിക്കൊരവസരമുണ്ടായാൽ, ഏതെങ്കിലും ഒരു നിലയിൽ, അതുണ്ടാവില്ലെന്നോ ഉണ്ടാവുമെന്നോ പറയാൻ നമ്മളാണല്ല, ഉണ്ടായാൽ മന്ത്രി പുങ്കവന്മാരുടെ ആ മുഖത്തു നോക്കി പറയാൻ, അരുധായികളെ കുറിച്ച് മാനിഷാദ എന്ന് വാൽമീകി മഹർഷി ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പറഞ്ഞ വാക്ക് പറയാൻ അണിചേരുക യുവാക്കളെ എന്നാണ് ഞാൻ പറയും. മതം മനുഷ്യന്റെ നന്മക്കാണ്. ചിന്തിക്കുക, ആലോചിക്കുക. ബുദ്ധിമാനിയായ അച്ഛൻ, മുഴുകുടിയനായ അച്ഛൻ മകള് പറയും, കേട്ടു, മകള് പറയും, ഇന്ന് അച്ഛൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ദുഷ്ടൻ എന്ന് ഭാര്യ പറയാ ഭർത്താവിനെ. നൊന്ത് പ്രസവിച്ച അമ്മ മകൻ വന്നിട്ടില്ലെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകം, അതാണ് മദ്യപാനത്തിന്റെ ലോകം, അല്ലേ? ഞാനിന്ന് ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചുപോയി ഞാൻ വരുന്നത് വരെ എന്റെ ഭാര്യ കാത്തിരിക്കുമെന്നെ. എന്തുകൊണ്ട് ഞാൻ പച്ചയായി പറയും, എനിക്ക് എന്റെ ഭാര്യയെ ചുംബിക്കാം, പക്ഷെ എന്റെ ഭാര്യയ്ക്ക് എന്നിൽ നിന്ന് മദ്യത്തിന്റെ ദുർഗന്ധം ഉണ്ടാവില്ല. ഒരു വീടിയുടെ ദുർഗന്ധം പോലും എന്റെ ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നു. ഇനിയുള്ള കാലം സാൽവേഷൻ എന്നത് അതിനാണ്. മനുഷ്യ സമൂഹത്തെ മൊത്തമായി, അല്ലേ, മദ്യപാനി വരരുത് എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും അയൽപ്പക്കത്തിന്റെയും ശാപം കിട്ടുന്നത് എന്തിനാ യുവാവേ? അതുകൊണ്ട് മദ്യപിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്ന യുവാക്കളോട് അരുത്, നിങ്ങൾക്ക് വേണ്ടി അരുത്, നമുക്ക് വേണ്ടി അരുത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അരുത്. ഇനി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സ്റ്റേജ് കയ്യേറി കുറച്ച് മുസ്ലിയാക്കന്മാർ. അവിടെ വീണ്ടും നമുക്കൊരു പ്രതിഷേധ യോഗത്തിന് പെർമിഷൻ ചോദിച്ചപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാം അറിയാം, അവർക്കറിയാം. നിയമം പലപ്പോഴും എട്ടുകാലി വലകളെ പോലെ നോക്കി നിന്നിട്ടുണ്ട് ഈ രാജ്യം. എട്ടുകാലി വല പോലെ നിയമം. എന്താ എട്ടുകാലി വലയുടെ പ്രത്യേകത? ചെറിയ ചെറിയ ജീവികളൊക്കെ അതിൽ കുടുങ്ങൂ, വലിയ വലിയ ജീവികളൊക്കെ പൊട്ടിച്ചു പുറത്തെയാണ്. അങ്ങനെ ആയിക്കൂടാ. നിയമത്തിന്റെ വൈകല്യങ്ങൾ. അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ്. കണ്ണൂർ കലാപം നടക്കും, അതിനിടയിൽ ഇവിടെ ഒരു പ്രതിഷേധം വേണ്ട, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവൻ. ഞാൻ ആലോചിക്കും, പോലീസുകാരാരാ? മനുഷ്യരല്ലേ? അച്ഛനല്ലേ? മകനല്ലേ? ഭർത്താവല്ലേ? അനുജനല്ലേ? കാക്കി അണിഞ്ഞു എന്നതുകൊണ്ട് അവർ പോലീസുകാർ മനുഷ്യരല്ലാതാകുമോ? അവർക്ക് നൊമ്പരങ്ങളുണ്ട്, അവർക്ക് തലവേദനയുണ്ടാകും. നിയമപാലകരെ സഹായിക്കേണ്ടവരാണ്. ഈ രാജ്യത്ത് നിയമം നല്ല നിലക്ക് നടപ്പാക്കണമെന്ന് വിചാരിക്കണം. സത്യം, മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ നിയമപാലകർക്ക് ഒരു തലവേദനയായിട്ടില്ല ഒരു കാലം. ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, എറണാകുളം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ, 6ാമത്തെ സംസ്ഥാന സമ്മേളനം നടന്ന് അതിന്റെ കലാശക്കൊട്ടിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയോട് ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു, മൗലവി, ഇതെന്തൊരു മിറാക്കിളാണ്? ലക്ഷക്കണക്കിന് അനുയായികളും ആയിരക്കണക്കിന് വാഹനങ്ങളും വന്നിട്ട് ഒരു ട്രാഫിക് ജാമില്ലാതെ ഈ ജനതയെ നിങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു? ഇമാതുൽ അദാ അനി തുരീഖി സദഖ എന്ന പ്രവാചകന്റെ വാക്ക്. ആ വാക്ക് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും തലവേദനയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്തു. ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ചു. കലാപങ്ങളുണ്ടായി. ആ ഡിസംബർ 6-ന് ശേഷം പാലക്കാട് കോട്ട മൈതാനിയിൽ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സമ്മേളനം നടത്തി. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് ഇന്ന് സാൽവേഷൻ നടത്തുന്ന ഈ പ്രസ്ഥാനം മതസമൂഹത്തെ മുഴുവനും ഒന്നിച്ചു വരുത്തി അരുധായികൾക്കെതിരെ ശക്തമായ പ്രായോഗികമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം ഭൂരിപക്ഷമുള്ളിടത്ത് NDF ഇല്ല, സിമി ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ RSS ഇല്ല, ഇവിടെ BJP ഇല്ല.
CPM-ഉം മുജാഹിദുകളും തമ്മിൽ കലാപമില്ല. മുജാഹിദുകളും BJP-യും തമ്മിൽ കലാപമില്ല. മുജാഹിദുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ കലാപമില്ല. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ നെഞ്ചിന് നേരെ ആദർശം കൊണ്ട് ഓങ്ങി നിൽക്കുക എന്നതല്ലാതെ ആയുധം കൊണ്ട് നേരിടുന്ന ഒരു സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. വിശുദ്ധ ഖുർആനിന് എതിരെ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ചേകന്നൂർ മൗലവി വന്നു. കെ ഉമർ മൗലവി ശക്തമായി എതിർത്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ എതിർത്തു. പക്ഷെ അദ്ദേഹത്തെ ആയുധം കൊണ്ട് നേരിടുകയും അദ്ദേഹത്തെ മണ്ണോട് മണ്ണ് ചേർത്ത് എവിടെയെന്നറിയാതെ മാന്തിക്കുഴിച്ച് വ്യത്യസ്ത ദിക്കുകളിലേക്ക് മാറ്റിയവർ അവരാരാ? ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തവർ. അബൂബക്കർ ഹാജി കിടന്നുറങ്ങിയ പൂനൂരിന്റെ മണ്ണിൽ ബോംബ് കൊണ്ടുപോയിട്ടവർ അവരാരാ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ പാലക്കാട് കോട്ട മൈതാനിയിൽ സമ്മേളനം നടത്തിയപ്പോ രാമനും സീതയും ദൈവമല്ല എന്ന് പറഞ്ഞ് മർകസുൽ സഖാഫത്ത് സുന്നിയുടെ മുമ്പിലെ പ്രസിൽ നിന്ന് നോട്ടീസുകളും പോസ്റ്ററും കൊണ്ടുപോയി ഒട്ടിച്ച് ഹിന്ദുക്കളെയും മുജാഹിദുകളെയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ച സമസ്തക്കാർ. ഒരു മറക്കരുത്, മതം കലാപമല്ല, മതം മനുഷ്യനോടുള്ള സ്നേഹമാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി മനുഷ്യരോട് പറഞ്ഞത്, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ അകാരണമായ ഒരു മനുഷ്യൻ കേട്ടോ, ജൂതനല്ല, മുസ്ലിം എന്നല്ല, ഒരു മനുഷ്യൻ. അവൻ മരിച്ചവൻ BJP ആണോ എന്നല്ല, കോൺഗ്രസ് ആണോ എന്നല്ല, മനുഷ്യനാണോ അവൻ അന്യായമായാണോ കൊല്ലപ്പെട്ടത്? ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച പ്രവാചക പുങ്കവനോട് അനുയായികൾ ചോദിച്ചു, അങ്ങൊന്ന് ജൂതൻ മരിച്ചിട്ട് എന്തിനെ നിൽക്കണം? പ്രവാചകന്റെ ചോദ്യം, ജൂതൻ മനുഷ്യനല്ലയോ? ഫലസ്തീനിലുള്ളവൻ മനുഷ്യനല്ലയോ? അമേരിക്ക